മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലെ മുസ്ലിം സ്ത്രീകൾ എത്ര ഭാഗ്യവതികളാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. അരുണിമ, അതായത് ട്രാവൽ ബ്ലോഗർ ആയിട്ടുള്ള അരുണിമ അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിയ സമയത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ദുരവസ്ഥയെ കുറിച്ച് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഈ അഫ്ഗാനിസ്ഥാന് വേണ്ടിയാണ് നമ്മുടെ കേരളത്തിലെ മീഡിയ വണ്ണൊക്കെ സുന്ദരമായ രാജ്യം എന്നൊക്കെ പറഞ്ഞ് കൈയടിച്ച് മുന്നോട്ട് പോവാറുള്ളത്. ജമാഅത്തെ ഇസ്ലാമി ഈ മൗദൂദികൾ വിളിച്ചു പറഞ്ഞത് വിസ്മയം പോലെയാണ് താലിബാൻ എന്നൊക്കെയാ. അതായത് മീഡിയ വൺ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്, അവരുടെ പ്രിയപ്പെട്ട രാജ്യമാണ് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ. അവിടെ സ്ത്രീകൾ നേരിടുന്ന അവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. നരേന്ദ്രമോദിയെ എതിർക്കുന്ന മീഡിയ വണ്, അതിലെ അടുപ്പുകൂട്ടിക്കാരൊക്കെ ആഗ്രഹിക്കുന്നത് ഈ താലിബാൻ ഭരണം നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കാനാണോ? ഞാൻ ഏതായാലും അരുണിമ പറയുന്നത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അഫ്ഗാനിസ്ഥാൻ, ഞാൻ ഒറ്റയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ കയറി. സാധാരണ ഞാൻ ധരിക്കാറുള്ള വസ്ത്രം ധരിച്ചാണ് ഞാൻ എമിഗ്രേഷൻ ഓഫീസിൽ എത്തിയത്. അപ്പോൾ തന്നെ അവർ എന്നോട് ചോദിച്ചു, ശരീരം മുഴുവൻ മറക്കുന്ന ഡ്രസ്സ് ഇല്ലേ? ഇല്ലെങ്കിൽ ഇങ്ങോട്ട് കയറാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു, ബാഗിലുണ്ട്, ഞാനിപ്പോൾ ഇട്ടിട്ട് വരാം. അങ്ങനെ ഞാൻ ഡ്രസ്സ് മാറി. കണ്ണു മാത്രം കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ മുഖം കുറച്ചു മാത്രം കാണുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചു. പിന്നീട് അവർ എന്നോട് പറഞ്ഞു, ഒറ്റയ്ക്കൊരു പെൺകുട്ടിക്ക് അഫ്ഗാനിസ്ഥാനിൽ നിയമപ്രകാരം യാത്ര ചെയ്യാൻ സാധിക്കില്ല, ഗൈഡ് വേണം, ഗൈഡ് ഇല്ലാതെ ഇവിടെ യാത്ര ചെയ്യാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു, ലോകത്തെ എല്ലാ രാജ്യവും ഒറ്റയ്ക്ക് കാണണമെന്ന് ആഗ്രഹത്തിനാലാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്, എന്നെ അതിന് അനുവദിക്കുമോ എന്ന് ധൈര്യമായി ഞാൻ ചോദിച്ചു. അങ്ങനെ 1 മണിക്കൂറോളം ആ വ്യക്തിയോട് സംസാരിച്ചു. അവസാനം ആ വ്യക്തി അത് സമ്മതിച്ചു. എന്നാലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരു ദിവസമാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പെൺകുട്ടിയായി ജനിച്ചതിന്റെ പേരിൽ വിഷമിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ കയറിയപ്പോൾ പെണ്ണിന് എന്താണ് വില എന്ന് ഞാൻ മനസ്സിലാക്കി. പെണ്ണിന് പുല്ല് വില പോലും ഇല്ല. അതേസമയം ആണുങ്ങൾക്ക് എന്തും ചെയ്യാം. ശരിക്കും ആണിനും പെണ്ണിനും വേറെ നിയമം എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് അത് അനുഭവിച്ചു. ആണുങ്ങൾക്ക് വസ്ത്രം മറക്കേണ്ട ആവശ്യമില്ല, മുഖം മറക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം. കാണുന്ന വണ്ടികളിൽ ലിഫ്റ്റ് അടിക്കാം, എവിടെ വേണമെങ്കിലും താമസിക്കാം. ഇതിനൊന്നും എനിക്ക് സാധിക്കില്ല. ഞാനിതാ ഇവിടെ ഇന്ത്യൻ റുപ്പി 4000 രൂപ കൊടുത്താണ് റൂം എടുത്തിട്ടുള്ളത്. ടാക്സിയിലാണ് ഇങ്ങോട്ട് വന്നത്. ലിഫ്റ്റ് അടിക്കാനും സാധിച്ചിട്ടില്ല. എന്തിനും ഏതിനും പ്രശ്നങ്ങൾ അത് ഒരു പെണ്ണായതുകൊണ്ട് മാത്രമാണ്. ഞാൻ അനുഭവിക്കുന്നത് 100% ഒറ്റക്ക് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. ഏകദേശം 70 കിലോമീറ്റർ ഞാൻ ബോർഡിൽ നിന്നും യാത്ര ചെയ്തു. ഇപ്പോൾ കുഡൂസ് എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ ആണുള്ളത്. ഇവിടെ വന്നിട്ട് ഞാൻ ആകെ 2 സ്ത്രീകളെയാണ് കണ്ടത്. അത് മുഖം പോലും മറച്ചിരിക്കുന്നു, ആരാണെന്ന് പോലും മനസ്സിലാകുന്നില്ല. എന്റെ കൂടെ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വരില്ലായിരുന്നു. ഒറ്റക്ക് അഫ്ഗാനിസ്ഥാനിൽ യാത്ര ചെയ്യണമെന്നത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ഇപ്പോൾ ഞാൻ അതോർത്ത് ഖേദിക്കുന്നു. സ്വാതന്ത്ര്യം എന്താണെന്നും വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്താണെന്നും ഒരു സ്ത്രീക്കുള്ള സ്വാതന്ത്ര്യം എന്താണെന്നും ഇന്ന് ഞാൻ അഫ്ഗാനിസ്ഥാനിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കി. എൻ്റെ ഒറ്റ ദിവസം അനുഭവങ്ങൾ ഒരു ബുക്കാക്കാൻ മാത്രമുണ്ട്. ഇവിടെ പറഞ്ഞാലോ എഴുതിയാലോ അത് തീരുകയുമില്ല. കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ വസ്ത്രം മൊത്തത്തിൽ മറച്ചോ, ടാക്സിയിൽ കയറി നേരെ റൂമിൽ താമസിച്ച് അങ്ങനെ ജീവിക്കാം. ഇവിടെ അല്ലാതെ യാത്ര ചെയ്യാൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ നല്ല ചൂടാണ്, സഹിക്കാൻ കഴിയാത്ത അത്രയും ചൂട്. വേനൽക്കാലത്ത് നോർത്ത് ഇന്ത്യ ഇതിലും എത്രയോ ഭേദമാണ്. ഇവർ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ മാസം 50 ഡിഗ്രി ആയിരുന്നു, ഇപ്പോൾ 39 ഡിഗ്രി മാത്രമേ ഉള്ളൂ എന്ന്. ചൂട് നല്ല പോലെ കുറഞ്ഞു എന്ന് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം എനിക്ക് ഇത് തന്നെ സഹിക്കാൻ സാധിക്കുന്നില്ല. വന്ന ദിവസം തന്നെ തിരിച്ചു പോകണമെന്ന് എന്നെ തോന്നിപ്പിച്ച ഒരു രാജ്യം, അത്രക്കും ഞാൻ ബുദ്ധിമുട്ടുന്നു. സത്യം പറഞ്ഞാൽ ശ്വാസം മുട്ടുന്ന പോലെ തോന്നുകയാണ്. പർദ്ദക്കുള്ളിൽ AC ഇരിക്കുന്ന പോലെയല്ല കൊടും ചൂടിൽ പർദ്ദയും ഇട്ട് നടക്കുന്നത്.
പിന്നീട് അവർ കൃത്യമായിട്ട് ഇന്ന മതത്തെ വെറുക്കുന്നു എന്ന് പോലും ഇവർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ എല്ലാ മതത്തെ വെറുക്കുന്ന ഒരാളാണ്, ഒരു മതത്തെയും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എന്നാലും അത് ഓരോ ആളുകളുടെ ഇഷ്ടമാണ്, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാം എന്ന് വിചാരിക്കുന്ന ഒരാളായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ ഇഷ്ടത്തിനും അവരുടെ ഇഷ്ടത്തിനും ജീവിക്കാൻ പറ്റില്ല. ഇവിടെ അവർ പറയുന്ന പോലെ മാത്രമാണ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ പുറത്തു നിന്നുള്ള ഒരു സ്ത്രീയാണ്, എന്നിട്ട് ഇത്രയും ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള സ്ത്രീകളുടെ അവസ്ഥ ഞാൻ ആലോചിച്ച് എനിക്ക് മനസ്സിൽ ഒരു വിങ്ങല് തോന്നുന്നു. ആരോടും ഒന്നും പറയാതെ അവരുടെ വിഷമം അവർ ഉള്ളിലൊതുക്കി ഇവിടെ ജീവിക്കുന്നുണ്ടാവും. പാവം തോന്നുന്നു. എന്നെ കൊണ്ട് ഇവിടെ ഒരാഴ്ച പോലും നിൽക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഈ ലോകത്ത് എല്ലാ രാജ്യവും കാണണം, അതുകൊണ്ട് ഇവിടെയും വന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ആളുകൾ പറയും എന്തിനിത്ര കഷ്ടപ്പെട്ട് അങ്ങോട്ട് പോയി എന്ന്. സത്യം പറഞ്ഞാൽ ഇതൊരു മതത്തിന്റെ മാത്രം ഇതാണോ എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇവിടെ ഉള്ള ആളുകളെ കാണുന്നത് മനുഷ്യരെന്നുള്ളതിനേക്കാൾ മതം തലക്ക് പിടിച്ച കുറെ ഭ്രാന്തന്മാർ ആയിട്ടാണ്. ഇത് വായിക്കുമ്പോൾ കേരളത്തിലെ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ട് തോന്നാം. പക്ഷേ എന്റെ ഉള്ളിലുള്ളത് എനിക്ക് പറയണം, പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. അത്രമേൽ ശ്വാസം മുട്ടുന്നു എനിക്ക്. ഇത് വായിക്കുമ്പോൾ ആളുകൾക്ക് ആ ബുദ്ധിമുട്ട് അറിയണമെന്നില്ല. ഒരു വട്ടമെങ്കിലും ഇങ്ങോട്ട് വന്നാൽ അത് മനസ്സിലാകും. അതും ഒരാൾ പുരുഷനാണെങ്കിൽ തീരെയും മനസ്സിലാകില്ല. ഒരു സ്ത്രീയായി ജനിച്ച് ഇവിടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം, അപ്പോൾ മനസ്സിലാകും. പണ്ടാരോ പറഞ്ഞ പോലെ നമ്മൾ കാണാത്ത കാര്യങ്ങളെല്ലാം വെറും കെട്ടുകഥകൾ മാത്രം എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നാം. ഇത് വായിക്കുമ്പോൾ എന്തായാലും വന്നു, എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം ഇവിടെ നിൽക്കണം, ഈ രാജ്യം എന്താണെന്നും എങ്ങനെയാണെന്നും എനിക്ക് മനസ്സിലാക്കണം. ഒറ്റ ദിവസത്തിൽ ഞാൻ വിലയിരുത്തുന്നതല്ല, എന്റെ അനുഭവമാണ് ഞാൻ ഇവിടെ കുറിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ ചിലർക്ക് എന്നോട് വെറുപ്പ് തോന്നാം, എന്നാലും കുഴപ്പമില്ല. കാരണം എന്റെ അനുഭവം എനിക്കിവിടെ പങ്കുവെക്കണമെന്ന് തോന്നി. എന്റെ യാത്രകൾ തുടരും. ഒരുപാട് നന്ദി, സ്നേഹം മാത്രം. നിങ്ങൾ കേട്ടില്ലേ എത്ര വ്യക്തമായിട്ടാണ് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ ഒരു അവസ്ഥയെക്കുറിച്ച്, അവർ നേരിട്ട ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ അവർ തുറന്നു പറഞ്ഞത്. പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിം സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ല. പ്രത്യേകം ഓർക്കണം, നരേന്ദ്രമോദി ഭരിക്കുന്ന RSS ഭരിക്കുന്ന ഭാരതത്തിൽ എല്ലാ സ്ത്രീകൾക്കും എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. എന്നാൽ താലിബാൻ ഭരിക്കുന്ന സ്ഥലത്ത് ഒരു സ്വാതന്ത്ര്യവുമില്ല. ഞാൻ എന്തിനാ ഇത് എടുത്തു പറഞ്ഞത്? ഇവിടെ നരേന്ദ്രമോദി സർക്കാരിനെ RSSനേക്ക് എതിർക്കുന്ന നമ്മുടെ കേരളത്തിലെ മീഡിയ വൺ ചാനലിലെ അടുപ്പുകൂട്ടി ചർച്ചക്കാരുണ്ടല്ലോ, മൗദൂദി ചാനലിലെ ഇവന്മാരൊക്കെ തന്നെ താലിബാനെ വിസ്മയം പോലെ എന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർക്കുകയോ നരേന്ദ്രമോദി സർക്കാരിനെയാണ് സ്ഥിരം എതിർക്കുകയും ചെയ്യുന്നത്. അത് മുസ്ലിം സ്ത്രീകളാണ് തിരിച്ചറിയേണ്ടത്. എന്താണ് മൗദൂദി ചാനലൊക്കെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ പറയുന്ന താലിബാനെ കൈയടിക്കുന്നുണ്ടെങ്കിൽ അതിവിടെ നരേന്ദ്രമോദി സർക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും ഈ മൗദൂദികളൊക്കെ അടങ്ങി നിന്ന് മുന്നോട്ട് പോവുകയാണ് എന്നല്ലേ വിവേകമുള്ള സകല മലയാളികളും തിരിച്ചറിയേണ്ടത്? ഈ പറയുന്ന താലിബാനെ വിസ്മയം പോലെ എന്നൊക്കെ പറഞ്ഞാണ് മൗദൂദികൾ കൈയടിച്ചത്. അവരുടെ റോൾ മോഡൽ രാജ്യം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ആ അഫ്ഗാനിസ്ഥാനിലെ അവസ്ഥയാണ് അരുണിമ തുറന്നു പറയുന്നത്. പ്രത്യേകം ഓർക്കണം, അരുണിമ ഒരു മുസ്ലിം അല്ല, എന്നിട്ടും അവരെ നിർബന്ധിക്കുക. നമ്മുടെ രാജ്യം എത്ര സുന്ദരമാണ്, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതം എത്ര സുന്ദരമാണ്. ഏതൊരാൾക്കും ഏത് ഡ്രസ്സും ഇടാം, ഏതൊരാൾക്കും ഏത് മതവും സ്വീകരിക്കാം, ഏതൊരാൾക്കും എവിടെയും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം. അതൊക്കെ തന്നെ ഈ സുന്ദരമായ രാജ്യത്ത് നടക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ഭരിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടല്ലേ. ഇനി നാളെ ഈ പറയുന്ന UDF സർക്കാരിന്റെ അവസ്ഥ എന്താ? ഈ പറയുന്ന VD സതീശൻ എന്താ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ എന്ത് വർഗീയതയാ പറഞ്ഞത് എന്ന് എത്ര തവണ VD സതീശൻ ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. താലിബാൻ വിസ്മയം പോലെ എന്ന് അവരുടെ ആശയത്തെ പിന്തുണയ്ക്കുന്ന മൗദൂദികൾ അവർ വർഗീയത തന്നെയല്ലേ, സ്ത്രീകൾ അടിച്ചമർത്തണം എന്ന് തന്നെയല്ലേ അവരുടെയൊക്കെ ലക്ഷ്യം? ഇത് വിവേകമുള്ള മലയാളികൾ ചിന്തിക്കേണ്ടതാ. UDF കേരളത്തിൽ ഭരിക്കുന്നത് പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോട് കൂടിയിട്ടാ. ഈ ജമാഅത്തെ ഇസ്ലാമി താലിബാന് കൈയടിക്കുക. കാരണം എന്താ? അരുണിമ പറയുന്നത് തന്നെ നിങ്ങൾ കേട്ടില്ലേ, അവിടെ സ്ത്രീകൾക്ക് മുസ്ലിം സ്ത്രീ എന്നൊന്നുമില്ല. ഏതൊരു സ്ത്രീ അവിടെ പോയാലും താലിബാൻ ഭരിക്കുന്നത് കൊണ്ട് അവിടെ പർദ്ദക്കുള്ളിൽ തന്നെ യാത്ര ചെയ്തോണം. അതൊക്കെ എത്ര നിറുകേട. ഈ താലിബാനെയും ഈ അഫ്ഗാനിസ്ഥാനെയും നമ്മൾ എതിർക്കുമ്പോ നമ്മുടെ കമന്റ് ബോക്സിൽ വരെ വരും ഒരുപാട് സുഡാപ്പികള് ഈ പറയുന്ന ഈ താലിബാനെ പിന്തുണയ്ക്കാൻ. കാരണം എന്താ? ഔദ്യോഗികൾ നമ്മുടെ കേരളത്തിൽ വളർത്തിയിട്ടുണ്ട് അത്രത്തോളം സുഡാപ്പികളെ.
താലിബാനെതിരെ ആര് പറഞ്ഞാലും, അഫ്ഗാനിസ്ഥാനെതിരെ ആര് പറഞ്ഞാലും ചാടി വീയാൻ ഇവിടെ ഒരുപാട് സുഡാപ്പികളുണ്ട്. കാരണം എന്താ അറിയോ, അവർക്കൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടില്ലേ, ഡാൻസ് കളിക്കാൻ പാടില്ല, അത് തുള്ളലാണ്, അതങ്ങനെയാണ്, ഈ താലിബാൻ സെറ്റ് മൈൻഡാണ് ഇവർക്കൊക്കെ. സകല മുസ്ലിം സ്ത്രീകളും തിരിച്ചറിയണം, നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് ഇവിടെ ഒരു സുന്ദരമായ രാജ്യമാണ്. ഇവിടെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. ഇവിടെ തുള്ളരുത് എന്നൊക്കെ ഡയലോഗ് അടിക്കുക എന്നല്ലാതെ ഒരടി മുന്നോട്ട് വെക്കാൻ നരേന്ദ്രമോദിയെ പഠിച്ചിട്ട് ഇവിടെ ഒരു സുഡാപ്പിയോ അനങ്ങൂല എന്നുള്ളതും സകലരും തിരിച്ചറിയണം. അരുണിമ പറയുന്നതിലെ ഓരോ വരികളിലും ഇവിടെയുള്ള മുസ്ലിം സ്ത്രീകൾ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യവും മീഡിയ വണ്ണൊക്കെ എതിർക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ടാ. അപ്പൊ ഈ മൗദൂദികളൊക്കെ എന്താണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? ഇതൊക്കെ വിവേകത്തോട് കൂടിയിട്ട് സകല മലയാളികളും തിരിച്ചറിയുക. അദ്ദേഹം മറ്റൊരു കാര്യം എടുത്തു പറയാം. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കോ നരേന്ദ്രമോദി സർക്കാരും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നല്ല ടൈപ്പാണല്ലോ എന്ന്. അതെ, നല്ല ബന്ധത്തിലാണ് പോകുന്നത്. കാരണം എന്താ, പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ അഫ്ഗാനിസ്ഥാൻ നിലയുറപ്പിച്ചിട്ടുണ്ട്. ശത്രുവിന്റെ ശത്രു മിത്രമാണ്. എന്നാൽ താലിബാന്റെ ആശയവുമായിട്ട് ഒരു മന്ത്രി നമ്മുടെ രാജ്യത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ മന്ത്രിസഭയുടെ ഒരു പ്രതിനിധി നമ്മുടെ രാജ്യത്തേക്ക് എത്തിയിരുന്നു. എന്നിട്ട് സ്ത്രീകളെ പറ്റില്ല എന്ന് പറഞ്ഞു. അവരുടെ രാജ്യമാണല്ലോ, അവരെന്തെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്ക് നമ്മുടെ രാജ്യത്തെ പെൺപുലികൾ രംഗത്തെത്തിയിട്ട് പറഞ്ഞു, നടപ്പില്ല, സ്ത്രീകൾ ഉണ്ടെങ്കിൽ മാത്രം ഈ പ്രസ് മീറ്റ് നടന്നാൽ മതിയെന്ന്. സ്പോട്ടിൽ നരേന്ദ്രമോദി സർക്കാർ നിലപാടെടുത്തു. സ്ത്രീകൾ മുമ്പിലുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രസ് മീറ്റ് നടത്തിയാൽ മതിയെന്ന്. പിന്നീട് അഫ്ഗാനിസ്ഥാന്റെ പ്രതിനിധി സ്ത്രീകൾ, നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പ്രസ് മീറ്റ് നടത്തി. നമ്മളൊക്കെ തന്നെ അത് കണ്ടു. അതായത് താലിബാൻ ആശയത്തെയാണ് നമ്മുടെ കേരളത്തിലെ മൗദൂദികൾ പിന്തുണയ്ക്കുന്നത്. അതാണ് അപകടം. പാകിസ്ഥാനെതിരെ ശത്രുവായിട്ട് നിൽക്കുന്ന അഫ്ഗാനിസ്ഥാൻ, ശത്രുവിന്റെ ശത്രുമിത്രം, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. എന്നാൽ ഇവിടെ മൗദൂദികൾ, ഇവിടെയുള്ള അടുപ്പുകൂട്ടിക്കാർ അവിടെയുള്ള ആശയത്തെയാണ് പിന്തുണയ്ക്കുന്നത്. അത്തരം ആശയത്തെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകളാണ് ഇവിടെ ഡാൻസ് കളിക്കരുത്, തുള്ളരുത്, ചാടരുത് എന്ന് പറയുന്നത്. അവർക്കും ആഗ്രഹം താലിബാൻ നടത്തുന്നത് പോലെയാ ആഗ്രഹമാണ്. അതൊന്നും ഈ രാജ്യത്ത് ഒരിക്കലും നടക്കില്ല. ഏതായാലും അരുണിമക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുക. ഇവിടെ നമ്മുടെ രാജ്യത്ത് മുസ്ലിം സ്ത്രീകളൊക്കെ എത്ര സ്വാതന്ത്ര്യത്തിലൂടെയാണ് ഈ നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്ത് അവർ ജീവിക്കുന്നത് എന്ന് അരുണിമയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ വായിച്ചാൽ ഒരുപാട് മുസ്ലിം സ്ത്രീകൾ നരേന്ദ്രമോദിക്ക് തന്നെ കൈയടിക്കുമെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ തുറന്നെഴുതിയ അരുണിമയ്ക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു.